നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ എല്ലാവരും കണ്ടു. അതിനുശേഷം താരസംഘടനയായ അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി. അവരുടെ മീറ്റിംഗിന് ശേഷം നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അവർ പറയുകയാണ് പീഡനത്തിനിരയായ സഹോദരിക്ക് കൂടെ നിലകൊള്ളുന്നു, എന്നും അവരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. ലാലേട്ട മമ്മൂക്ക എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ. ഉള്ളുപ്പുണ്ട് ഞങ്ങൾക്കിത് പറയാൻ വേണ്ടി. ഇതിന് മുന്നേ നിങ്ങളൊരു യോഗം കൂടിയില്ല അമ്മയുടെ മീറ്റിംഗ്. ആ സമയത്ത് ഒരു അക്ഷരം ആരെങ്കിലും മടിക്ക് വേണ്ടി സംസാരിച്ചോ? ലാലേട്ട മമ്മൂക്ക നിങ്ങളൊക്കെ വായിലെന്താ പഴം പുഴിഞ്ഞിരിക്കുകയായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ചങ്കൂറ്റമുള്ള ഒരു ആൺകുട്ടി പോലും മലയാള സിനിമയില്ലാന്ന് തെളിയിച്ചു. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഇത് സംസാരിച്ച ഇയാൾക്കെതിരെ സംസാരിച്ച സിനിമയിൽ ചാൻസ് കുറയുമുള്ള ഭയമായിരുന്നു. മറ്റൊരു കാര്യം പറയാൻ, നിങ്ങൾ രണ്ട് MLA മാരുണ്ടല്ലോ അവിടെ, അവരെന്താ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുരച്ചു കഴിഞ്ഞേ. പിന്നെ ഒരു MP അയാൾ പൊട്ടം കളിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി. എനിക്കൊരു കാര്യം പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ സംഘടനയിൽ ഒരു സഹോദരിക്ക് നിങ്ങൾക്ക് പീഡനത്തിനിരയായപ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണോ നിങ്ങൾ ഈ സംഘടനയും വെച്ചിരിക്കുന്നത്? പൂട്ടിപ്പോയിക്കൂടെ? പിന്നെ ഇന്നച്ച ഗണേശ്, പിന്നെ വേറെ ഒത്തും ഉണ്ടല്ലോ, എന്താ അയാളെ പേര്, മുകേഷ്. നിങ്ങൾ ജനസേവകരെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഈ പരിപാടി കയ്യിൽ നിർത്തിക്കോളി. 5 വർഷം നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ കഴിയണമെങ്കിൽ മാത്രം വന്നാൽ മതി. അതിന്റെ ഇടയ്ക്ക് സിനിമയിൽ അഭിനയം അല്ലെങ്കിൽ പരസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പരിപാടി ഇട്ട് പോയിക്കോളി. നിങ്ങളൊന്നും ഞങ്ങളെ സേവിക്കണോ? നിയമം സേവിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കാതെ രാപ്പകൽ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യരുണ്ട് ഞങ്ങൾ എല്ലാ പാർട്ടികളിലും. അവരൊക്കെ മതി ഞങ്ങളെ കാര്യം നോക്കാം. എന്നെ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതാ പറഞ്ഞത്, വരുന്ന 5 വർഷം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നോളി, നോ പ്രോബ്ലം. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് സിനിമയിൽ കയറി പിന്നെ നിങ്ങൾ പരസ്യം സിനിമ എന്നൊക്കെ പറഞ്ഞ് പോവാണെങ്കിൽ ഈ പരിപാടി വിട്ടോളി. 2 തോണിയിൽ കാല് വെക്കുകയാണെങ്കിൽ ജനങ്ങൾ കാല് വലിച്ച് കയറും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഇവരെയൊന്നും കൊണ്ട് അടുത്ത ഓണത്തിനും വിഷുവിനൊന്നും പരിപാടി കളിക്കരുത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർഷകനെ കൊണ്ടുവന്നോ, അവരൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവരൊക്കെ നമുക്ക് അന്നമെങ്കിൽ തരുന്നുണ്ട്. ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോഴേ ഈ നടന്മാരെ കൊണ്ടൊക്കെ നിങ്ങൾ പറയും ഇയാൾ ഇവരൊക്കെ എന്തെങ്കിലും ഒരു മരം വിടുകയാണെങ്കിൽ ചാനലുകാരെല്ലാവരും വിളിച്ചിട്ടേ വിടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഈ മരങ്ങളും ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എത്ര മനുഷ്യരുണ്ട്. പിന്നെ ഇവരൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് 1000 പേർക്ക് 2000 പേർക്ക് സദ്യ വിളമ്പി വിശപ്പകറ്റി എന്നൊക്കെ പറയുന്നത് പച്ച നുണയായിരിക്കും. പക്ഷേ ഒരു കർഷകൻ വന്നിട്ട് ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ഞാനൊരു ആളുടെ വിശപ്പകറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായിരിക്കും, ആത്മാർത്ഥത ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ നടന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എന്താ പറയുക, ഭയങ്കര നിലയിലെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സാധാരണക്കാരായ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിലയിലെത്തിയത്. അഹങ്കരിക്കുകയാണെങ്കിൽ ജനങ്ങൾ പിടിച്ച് താഴ്ത്തിടും, അത് മറക്കണ്ട. പിന്നെ ദിലീപേട്ട നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചെറ്റത്തരം കാണിക്കുന്നതിനെ ചെറ്റയെന്ന് വിളിക്കാൻ നിവർത്തിയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.